ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നല്ല ചൂടാണ്. ചൂടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തിനേക്കാളും ഭയങ്കര ചൂടാണിപ്പോൾ. നമുക്ക് മാത്രമല്ല, ചെടികൾക്കും പച്ചക്കറികൾക്കും ഒന്നും തന്നെ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മുടെ വീട്ടിലുള്ള ആകെയുള്ള കുറച്ച് പച്ചപ്പുകളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ പേര് വാട്ടർ ലില്ലി എന്നാണ്. അപ്പോൾ ഇത് നേരത്തെയൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ചെടികൾ മാത്രമേ ഇപ്പം നമുക്കുള്ളൂ. ബാക്കി എല്ലാം ഉണങ്ങി കരിഞ്ഞു പോയി. അപ്പോൾ ഇത് ബട്ടർഫ്ലൈ ചെടിയാണ്. അപ്പോൾ ഇതൊക്കെ ചൂടിനെ എനിക്ക് തോന്നുന്നു താങ്ങാൻ പറ്റുന്ന കുറച്ച് ചെടികളാണെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പോഴും ഉണ്ട്. ബാക്കിയെല്ലാം ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാവിലെ നമ്മൾ കപ്പ പറിക്കുമായിരുന്നേ. നമ്മളിവിടെ ഒരു കപ്പ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വലിയ വളമൊന്നും ചേർത്ത് നട്ടതല്ല, ചുമ്മാ കൊണ്ട് കുഴിച്ചിട്ടതാണ്. അപ്പം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത്യാവശ്യമൊക്കെ നമുക്കൊന്ന് പുഴുങ്ങാനുള്ളത് കിട്ടിയിട്ടുണ്ട്. അപ്പം കപ്പ ഇവിടെ എല്ലാവർക്കും ഫേവറേറ്റ് ആണ്. അപ്പോൾ പുഴുങ്ങിയൊക്കെ നല്ല കാന്താരി ചമ്മന്തിയും കൂടെ ഒക്കെ ആകുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മുടെ കിണറിൻ്റെ മുകളിൽ ഒരു പന്തലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഇത് നമ്മളിവിടെ സ്ഥിരമായിട്ട് കെട്ടിയിട്ടുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് പടത്തിയിട്ടുണ്ടായിരുന്ന കോവൽ എല്ലാം ഉണങ്ങിപ്പോയി. അപ്പോൾ ഇവിടെ ഇപ്പോൾ തൽക്കാലം വലിയ പച്ചക്കറികളൊന്നും ഇല്ല. മുളകൊക്കെ കണ്ടില്ലേ, നമ്മുടെ വെള്ളക്കന്താരിയൊക്കെ ദിവസം ഇതിനകത്ത് ഒത്തിരി മുളക് ഉണ്ടായിക്കൊണ്ടിരുന്നതാണ്. അതെല്ലാം കരിഞ്ഞു പോയി. മഞ്ഞൾ എല്ലാം വിളവായി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ 2 വർഷത്തേക്ക് നമുക്ക് മഞ്ഞപ്പൊടി ഉണ്ട്. അപ്പോൾ അതിനി മഴയൊക്കെ ആകുമ്പോൾ വീണ്ടും കിളിർത്ത് വരും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിനി മഞ്ഞളൊക്കെ വിളവെടുക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മുളകും എല്ലാം തന്നെ അങ്ങ് നന്നായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ കുറ്റിക്കുരുമുളകിൻ്റെ കാര്യമാണെങ്കിൽ അത് ഇപ്പോൾ നമ്മളങ്ങ് പറിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ ചൂടും കൂടെ കാരണം അത്യാവശ്യം നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു 3-4 എണ്ണമൊക്കെ നമ്മളിവിടെ ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ടല്ലോ. പക്ഷേ അതെല്ലാം നല്ല ചൂട് കാരണം എല്ലാം നല്ല കരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉള്ള മുളകൊക്കെ ഞാനങ്ങ് പിച്ചിയെടുക്കുകയാണ്. കുരുമുളക് അത്യാവശ്യം ഒരു നല്ല പഴുത്തൊക്കെ കഴിയുമ്പോഴാണ് ഇത് പറിച്ചെടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ട് ഉണക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം നമുക്ക് വീട്ടിലേക്കുള്ള കുറച്ച് കുരുമുളകൊക്കെ ഇങ്ങനെ കിട്ടും. ഇനി ഇപ്പോഴിതാണ് അവസ്ഥ, കണ്ടില്ലേ, എല്ലാം ഇങ്ങനെ ഇതൊരു രോഗമാണെന്ന് തോന്നുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ചൂടിൻ്റെ ആണോന്ന് അറിയത്തില്ല, ഇങ്ങനെ കരിഞ്ഞ് തുടങ്ങുന്ന ഒരു രോഗമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഗ്രോ ബാഗിൽ ഫുൾ ഇലയും പോയിട്ടുണ്ട്, അതിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മളൊരു ഉണക്ക ഓലയൊക്കെ എടുത്തൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് തണലിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ ഉണക്കി ഇട്ടതാണ് കേട്ടോ, ഒരെണ്ണം. ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഇവിടെ കൊണ്ട് ഇട്ട് വെക്കും, നല്ല ചൂടല്ലേ, അപ്പോൾ ഉണങ്ങി കിട്ടും. അപ്പോൾ ഇതൊക്കെ നമുക്ക് അത്യാവശ്യം അടുക്കളയിലോട്ടൊക്കെ ഉപയോഗിക്കാനുള്ളത് ഇങ്ങനെ കിട്ടും. പിന്നെ നമുക്ക് ഈ ഒരു കിണറിൻ്റെ സൈഡിലൊക്കെയുള്ള പച്ചക്കറികൾ, ഇവിടെ മുളക് കുറേ പാകി കിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കരിഞ്ഞു പോയി എന്നുള്ളതാണ്. നല്ല കരുത്തോടെ കൊണ്ടുവച്ചതാണ്. ഇപ്പോൾ ഇതേ കണ്ടോ, ഇതിനകത്ത് ഈ ഒരു തണ്ട് മാത്രമേ ഉള്ളൂ. കുറേ വേസ്റ്റും വളങ്ങളും എല്ലാം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തണൽ വരെ കുത്തി കൊടുത്താണ്, പക്ഷേ ഒന്നും അങ്ങോട്ട് മെച്ചപ്പെട്ടില്ല, എല്ലാം കരിഞ്ഞു പോയി. അപ്പം നമ്മളിപ്പോൾ തൽക്കാലം ഇതിനകത്തോട്ട് കുറച്ച് പച്ചച്ചീരയുടെ ഒക്കെ തൈ എല്ലാം കൂടെ നട്ടുപിടിപ്പിച്ചേക്കുകയാണ്. അപ്പോൾ കുറേയൊക്കെ നമ്മൾ തോരൻ വയ്ക്കാനും എടുത്തു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ചൂട് സമയത്ത് അത്യാവശ്യം ചീരയൊക്കെ മാത്രമേ നന്നായിട്ട് വളരുന്നുള്ളെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് അത്യാവശ്യം നന്നായിട്ട് വഴുതനങ്ങ കിട്ടിക്കൊണ്ടിരുന്ന ഒരു വഴുതനയാണ്. അപ്പോൾ ഇതിൻ്റെ ഇല പോലും ഇല്ല. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചീര മുറിച്ചെടുത്തിട്ട് 2 എണ്ണം അതിനകത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബ്രാഞ്ചസ് ആയിട്ട് കുറേ ഇങ്ങനെ പൊട്ടി പൊട്ടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എന്തെങ്കിലും കറിക്കൊക്കെ എടുക്കാമല്ലോ, അങ്ങനെ വെച്ചേക്കാണ്. പിന്നെ കുറച്ചുകൂടെ ചീരയുടെയൊക്കെ ഇനി സീഡ്സൊക്കെ കുറച്ചുകൂടെ മേടിക്കണം. കാരണം ഉള്ള ഗ്രോ ബാഗ് നട്ടതെല്ലാം ഉണങ്ങിപ്പോയിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ചാക്കിൽ നട്ടിട്ടുള്ള നമ്മുടെ ഇഞ്ചിയാണ് കണ്ടോ, എല്ലാം പോയി ആകെ. അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഇതിനകത്ത് നിറച്ച് ഇഞ്ചി നിന്നതാണ്. ഇപ്പം ആ ഒരു ഇഞ്ചി എല്ലാം ഉണങ്ങിപ്പോയിട്ട് പിന്നെ കുഞ്ഞു കുഞ്ഞതായിട്ട് ഇങ്ങനെ മുളച്ച് വരുവാണ്. അപ്പം ഇവിടെ നമ്മൾ വീടിൻ്റെ പുറകിൽ കുറച്ച് ഇഞ്ചിയും അതുപോലെ തന്നെ മഞ്ഞളും ഒക്കെ വീണ്ടും നട്ടിട്ടുണ്ടായിരുന്നു. ഇഞ്ചിയെല്ലാം കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു ഗ്രോ ബാഗിൽ നിന്നൊക്കെ നമുക്ക് കുറേ ഇഞ്ചി കിട്ടിയതാണ്. പക്ഷേ ഇപ്രാവശ്യം ഇതാണ് അവസ്ഥ, എല്ലാം ഇങ്ങനെ ഉണങ്ങി പോയിട്ടുണ്ട്. പിന്നെ ചെറുതായിട്ടൊക്കെ കിളിക്കുന്നത് കൊണ്ട് നമ്മളങ്ങ് നിർത്തിയേക്കുവാണ്, അല്ലെങ്കിൽ എന്നെ പിഴുതെടുത്തേനെ. അപ്പോൾ അങ്ങനെയാണ്. പിന്നെ ഈ ഒരു ഇഞ്ചി നല്ല പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. കാരണം ഇതിപ്പം 1 മാസമായിട്ടേ ഉള്ളൂ ഇത് നട്ടിട്ട്. പിന്നെ 2 എണ്ണം കൂടി മുളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് നോക്കണം.
പിന്നെ ഈ ഒരു ഇത് കണ്ടില്ലേ, നമ്മുടെ ചട്ടിയിൽ നട്ടതും എല്ലാം കരിഞ്ഞു. ഈ ഒരു 3 എണ്ണത്തിനകത്ത് കൂർക്കയാണ് നട്ടിട്ടുണ്ടായിരുന്നത്. അന്ന് വിളവെടുത്തിട്ട് കുഴിച്ച് വെച്ചതാണ്. പക്ഷേ അതിൻ്റെ ഒന്നുമില്ല, ഒരു തരി പോലും ഇല്ല. ഇത് മാങ്ങ ഇഞ്ചി ഈ ഒരു പീസ് മാത്രമേ നമുക്കുള്ളൂ, ബാക്കി ഒന്നുമില്ല. പിന്നെ ഇത് കറ്റാർവാഴയെല്ലാം ഇവിടെ പെയിൻ്റ് അടിയൊക്കെ കാരണം എല്ലാം പോയി. പിന്നെ നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് മേടിച്ചപ്പോൾ നട്ടതാണ്. ഈ ചട്ടികളിലെല്ലാം മുളക്, ഈ ഒരു ഇതിനകത്തുനിന്ന് മുളക് പഴുത്തതെടുത്ത് പാകി കിളിപ്പിച്ച് കുറേ ഇതിനകത്തെല്ലാം നട്ട് വെച്ചാണ്. ഇപ്പോൾ ഇതിനകത്ത് മുളകും ഇല്ല, പൂവും ഇല്ല. നട്ട ചട്ടിക്കകത്ത് ഒരു മുളകിൻ്റെ തൈ പോലും ഇല്ല, ഒന്നുമില്ല, ഒരംശം പോലും ഇല്ല. അങ്ങനെ അതാണിപ്പം ഈ ഒരു സമയം. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇതാണ് മധുരക്കിഴങ്ങ്. ഇത് ഞാൻ മുന്നത്തെ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മൾ ഒടിച്ചൊടിച്ച് നട്ട് വേര് പിടിപ്പിക്കാനായിട്ട് വെച്ച് അതിൽ നിന്ന് കുറേ സ്പ്രെഡായി. പിന്നെ അത് നമ്മൾ ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കാച്ചിലും ചെറുകിഴങ്ങും ഒക്കെ നട്ടിട്ടുള്ളതിനകത്ത് തന്നെ വീണ്ടും കൊണ്ട് കുഴിച്ച് വെച്ചു. വലിയ വളമൊന്നും ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല, നമ്മൾ കരിയില കുറച്ച് ചേർത്തിട്ടുണ്ടായിരുന്നു, പിന്നെ കുറച്ച് പച്ചിലയൊക്കെ, അത്രയേ ഉള്ളൂ. അതിനകത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ എല്ലുപൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ വലിയ വളമൊന്നും ചേർത്തിട്ടില്ല. പിന്നെ കുറച്ച് ചാരം ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇപ്പം ഞാൻ ഈ ഒരു സ്ലറി ഒഴിച്ചു കൊടുക്കുന്നുണ്ടോ, ഇത് നമ്മുടെ എപ്പോഴും ഇതൊക്കെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്, നമ്മുടെ പച്ചിലയുടെയൊക്കെ സ്ലറി. അപ്പം ഈ ഒരു സംഭവം കണ്ടോ, അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് ഇനി വളർന്നൊക്കെ വരുന്നുണ്ട്. അത് ഇനി ഇതിൻ്റെ മുകളിലോട്ട് ഇനിയും തണ്ടുകളൊക്കെ വരും, അതിനകത്ത് വേര് പിടിച്ച് വരും. അതിൽ മണ്ണിട്ട് കൊടുത്താൽ മാത്രമേ നമുക്ക് അതിനകത്ത് കിഴങ്ങൊക്കെ ഉണ്ടായി വരത്തുള്ളൂ. അത് വേറൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇത് കഴിഞ്ഞ പ്രാവശ്യം കാച്ചിൽ നട്ടിട്ടുള്ളതാണ്. അതിനകത്താണ് നമ്മൾ ഈ മധുരക്കിഴങ്ങ്, ഇപ്രാവശ്യം കുറേ മധുരക്കിഴങ്ങാണ് നട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പം മധുരക്കിഴങ്ങൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് നട്ടിട്ട് കൊടുക്കുക, ഒരു 6-7 മാസമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ വയലറ്റ് പയർ, അത് വയലറ്റ് പയർ നമ്മൾ ആകെയുള്ള ഒരു സീഡ് മൊത്തം നമ്മൾ ഇതിനകത്തോട്ട് പാകി കിളിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും നടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല, നല്ല ചൂടാണ്, ഇതൊന്നും നട്ടാൽ കിട്ടത്തില്ല. കാരണം ആകെയുള്ള സീഡ് മൊത്തം എടുത്തിട്ട് പാകി കിളിപ്പിച്ചതാണത്. പിന്നെ ഇത് കുറച്ചും കൂടെ ഒന്ന് ഒരു വള്ളിയൊക്കെ ആവുന്ന സമയത്ത് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ഇഞ്ചി എല്ലാം എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ കുറേ നമ്മൾ മുളപ്പിച്ചെല്ലാം വെച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഞാനിത് നന്നായിട്ട് ഇലയൊക്കെ ആയിട്ട് വേരൊക്കെ ഒന്ന് പിടിച്ച് വന്നിട്ട് മാത്രമേ മാറ്റി നടുന്നുള്ളൂ. കാരണം അത്ര ചൂടാണ്. ഇതിപ്പോൾ നമ്മൾ മുള വന്നത് മാറ്റി നട്ടാൽ പോലും ചൂട് കൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങ് അവിഞ്ഞു പോവും, അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ഇലയൊക്കെ വന്നിട്ട് മാറ്റി നടാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എന്നെ ഇഞ്ചി പറ്റിക്കത്തില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ ഒരു പടവലങ്ങയുണ്ട്. ഈ ഒരു പടവലങ്ങ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ പച്ചക്കറി വേസ്റ്റിൽ നിന്ന് കിളിച്ച് വന്നിട്ടുള്ളൊരു പടവലത്തിൻ്റെ തൈയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നട്ട് വെച്ചപ്പോൾ കിട്ടിയതാണ് ഈ ഒരു കുഞ്ഞു പടവലങ്ങ. ഇത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ, ബാക്കി ഒന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് ഇവിടെ വയലറ്റ് പയറും പിന്നെ അതുപോലെ തന്നെ കുറച്ച് പടവലങ്ങയുടെ സീഡ്സൊക്കെ മേടിക്കണം. അപ്പോൾ അതൊക്കെ ഇനിയും ഇവിടെ പാകി കിളിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ ചെടികളുടെയൊക്കെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതെനിക്കൊരു കാട്ടിൽ നിന്ന് കിട്ടിയതാണ്, 2 തൈ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിപ്പം കുറേ സ്പ്രെഡായി തൈകളൊക്കെ ആയി, നല്ല ഭംഗിയാണത് ഈ ഒരു ചെടി. പിന്നെ ഇത് അഗ്ലോണിമയാണ്, അഗ്ലോണിമയുടെ 2 വെറൈറ്റി ഉണ്ട്. ഇതെല്ലാം ഒരു തൈയായിട്ട് നട്ടതാണ്. ഇതെല്ലാം നല്ല സ്പ്രെഡായിട്ട് ഒത്തിരി തൈകളായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം, പ്രത്യേകിച്ച് ഈ ഒരു ചൂട് സമയത്ത് ഇതൊക്കെ ഒരു കണ്ണിന് നല്ല ഒരു കുളിർമ കിട്ടുന്ന ഒരു കുറേ കാഴ്ചകളാണെന്ന് തന്നെ പറയാം. ശരിക്കും ഈ ഒരു ചെടികളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ നന്നായിട്ട് ചൂടിനെ എനിക്ക് തോന്നുന്നു സഹിക്കാൻ പറ്റുന്നുണ്ടെന്ന് തോന്നുന്നു. നല്ല കപ്പാസിറ്റി ഉള്ള ചെടികളാണ് ഇതൊക്കെ. നമുക്ക് അത്യാവശ്യം ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന നല്ല ഒരു ചെടികളാണ് ഇതെല്ലാം. നല്ല ഭംഗിയുള്ള ചെടികളാണ്. പിന്നെ ഈ ഒരു ചെടിയുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് 2 വെറൈറ്റി ഉണ്ട്. ഇത് ഒരെണ്ണം ഗ്രീനിനകത്ത് വെള്ളയും വെള്ളയ്ക്കകത്ത് ഗ്രീനും, അങ്ങനെയുള്ള 2 സൈസാണ്. ചെടി ഒന്ന് തന്നെയാണ്, പക്ഷേ 2 കളർ ഷെയ്ഡായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇതും എനിക്ക് തോന്നുന്നു ചെടിച്ചട്ടിയിലൊക്കെ വെച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ തൽക്കാലം കിട്ടുന്നതെല്ലാം ഒന്ന് വെച്ചാണ്. പിന്നെ നമ്മുടെ ചെടികൾ ഫുള്ള് എല്ലാം മാറ്റി, നമ്മുടെ മുറ്റത്തു നിന്നെല്ലാം മാറ്റി. അപ്പോൾ അങ്ങനെ പറ്റിയതാണ്. ഈ അടീനിയം എടുത്തിട്ട് ഒരു ചരുവത്തിൽ വെച്ചേക്കാണ് അങ്ങനെ. പിന്നെ ബാക്കിയുള്ള ചെടിച്ചട്ടികളെല്ലാം കണ്ടില്ല, എല്ലാം കരിഞ്ഞുണങ്ങി നിൽക്കുകയാണ്. ചൈനീസ് ബോൾസം പല വെറൈറ്റിയിലുള്ളതുണ്ടായിരുന്നു. എല്ലാം നമ്മൾ ഈ ഒരു പ്ലാവ് ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം ഒരു തണലുണ്ട്. ഇതൊരു കൂഴച്ചക്കയുടെ പ്ലാവാണ്. എല്ലാ പ്രാവശ്യവും കായ്ക്കും, കുറേ ചക്ക ഉണ്ടാവും. ഇനിയിപ്പോൾ ഇവിടെ മുഴുവനും ചക്ക വീഴ്ചയായിരിക്കും. ഇനി ഫ്രണ്ടിലൊന്നും വണ്ടിയൊന്നും കൊണ്ടുവെക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇത് കണ്ടോ, നല്ല ചൂട് കൊണ്ടിട്ട് ഈ ചക്ക വിണ്ട് കീറിയതാണ്.
ഈ ഒരു സൈസ് ആകുമ്പോൾ തന്നെ ഇത് വിളഞ്ഞു വരും. ചെറിയ ചക്ക ഉണ്ടാവാറുണ്ട്, അത്യാവശ്യം വലിപ്പത്തിലുള്ളതും ഉണ്ടാവാറുണ്ട്. ഉപ്പേരിക്കൊക്കെ വറക്കാനൊക്കെ നല്ല ചക്കയാണ്, കുറേ പേര് ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഈ ചെടിച്ചട്ടികളിലെല്ലാം നിങ്ങൾ കാണുന്നുണ്ടോ, ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് നമ്മുടെ മാറ്റുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ മാറ്റ് മേടിച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിലുള്ള ഒരാൾ അത് വെട്ടിക്കീറി ഇതിനകത്തെ മണ്ണും ചെടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇതിൻ്റെ പുറത്ത് കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ഇത് ദൂരെ നോക്കുമ്പോൾ ഈ ഒരു മഞ്ഞ കളർ ചട്ടിക്കകത്ത് പച്ചപ്പ് കാണുമ്പോൾ നല്ലൊരു ഭംഗിയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ചെയ്ത് വെച്ചതാണ്. കുറച്ച് കഴിയുമ്പോൾ ഇനി വേറെ അല്ലാതെ ചെടികൾ നടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ ചൂട് വിശേഷങ്ങൾ. അപ്പം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതുപോലെ തന്നെയാണ് ചെടികൾക്കെല്ലാം തന്നെ. അപ്പോൾ നിങ്ങൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക, അതിന് തണലൊക്കെ കുത്തി കൊടുക്കുക, അതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടൊന്ന് വീഡിയോസ് ഒന്ന് കാണാം. അപ്പോൾ താങ്ക് യു.